ഹലോ നമസ്കാരം. എൻ്റെ നാടായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ പരുമല എന്ന സ്ഥലത്തെ ഒരു സംയോജിത കർഷകനാണ് തോമസ് ടി വർഗീസ് എന്ന റെജി അങ്കിൾ. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫാമും മറ്റ് കാര്യങ്ങളും കണ്ട് അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് റെജി അങ്കിളിൻ്റെ വീട്. ഹലോ റെജി അങ്കിൾ, നമസ്കാരം. നമസ്കാരം. അങ്കിൾ ഒരു സംയോജന കൃഷി സംരംഭം നടത്തുന്ന ആളാണെന്നറിയാം. സർക്കാരിൽ നിന്നും നല്ലൊരു സംയോജന കർഷകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നും അറിയാം. അല്ലാതെ മറ്റെന്തെങ്കിലും അവാർഡ് ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ലഭിച്ചിട്ടുണ്ട്. ഞാൻ നല്ലൊരു സംയോജിത കർഷകനാണെന്ന് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ അവരുടെ കർഷക സംഘടനകളും ഒപ്പം തന്നെ ചില സാമൂഹിക സംഘടനകളൊക്കെയും എന്നെ ആദരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ കർഷക സംഘടന, അതുപോലെ തന്നെ BJPയുടെ കർഷക സംഘടന, ഇവർ പ്രത്യേകം അവാർഡുകൾ എനിക്ക് തന്നിട്ടുണ്ട്. അങ്കിൾ, ഈ ഫാം ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? തീർച്ചയായും. അതിനു മുമ്പായിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്, എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഉള്ള വസ്തുവിനെ പരമാവധി ഉപയോഗിച്ച് അതിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ്. ഒരു സ്ഥലവും കളയാതെ അതിനെ പരമാവധി ഉപയോഗിച്ച് പരമാവധി ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒന്നാമത് അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, മുട്ടക്കോഴി, ഇറച്ചിക്കോഴി, കാട, താറാവ്, ആട്, പച്ചക്കറി, മീന്, ഇങ്ങനെ സംയോജിതമായിട്ടുള്ള കൃഷിയാണ് ഞാൻ എൻ്റെ പറമ്പിനുള്ളിൽ നടത്തി കാണിക്കുന്നത്. അത് കാണിച്ചു തരുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ. വരാം എൻ്റെ കൂടെ. ആദ്യം ഞാൻ കാണിക്കുന്നത് എൻ്റെ പച്ചക്കറി കൃഷികളുടെ മാതൃകയാണ്. ഇത് നോക്കി, ഇത് നമ്മൾ ഗ്രോ ബാഗിന് പകരം ഞങ്ങൾ പാഴായി പോകുന്ന സിമെൻറ്റ് യാക്കിനെ ഉപയോഗിച്ചാണ് ഇത് ഞങ്ങൾ ഫില്ല് ചെയ്യുന്നത്. ഇതിനകത്ത് വഴുതന, വെണ്ട, ചീര, പച്ചക്കറികൾ പലതരത്തിലുള്ളത്, മഞ്ഞൾ, ഇഞ്ചി, കാച്ചില്, ചേന, ഇതെല്ലാം ഞങ്ങൾ ഈ ചാക്കിനകത്ത് തന്നെ കൃഷി ചെയ്യും. ഇതിനകത്ത് ഞങ്ങൾ വളങ്ങളും എല്ലാം ഞങ്ങളുടെ തന്നെയാണ്. ഞങ്ങളുടെ കാർഷിക മേഖലയിലുള്ള മറ്റ് കൃഷി, കോഴി, താറാവ് ഇവയുടെയൊക്കെ കാഷ്ടങ്ങളും മറ്റ് മണ്ണും എല്ലാം കൂടെ പൊടിച്ച് പച്ചക്കറികളും എല്ലാം ചേർത്ത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. ഓരോന്നും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഞങ്ങളെ ഒരു സ്തൂപത്തിൻ്റെ രീതിയാണ് ചെയ്യുന്നേക്കുന്നത്. നിങ്ങൾ ഒരു സ്തൂപത്തിനകത്ത് ഇത് 3 തട്ടുണ്ട്. ഈ 3 തട്ട് കൃഷികളാണിത്. ഈ തട്ടിനെ നമ്മൾ 25 ചാക്ക് കൃഷികൾ ഇതിനകത്ത് കയറ്റാൻ പറ്റും. നിങ്ങൾ തറയിൽ ഇതിനെ നിരത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം ഇതിനെ നഷ്ടപ്പെടുന്നതായിട്ടാകുന്നു. ഇത് അതുണ്ടാകാതെ ലേഡീസിന് എളുപ്പം മാനേജ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്തൂപത്തിൽ തന്നെ 25 എണ്ണത്തിനെ കയറ്റുകയും അല്ലാതുള്ളതിനെ നമ്മൾ താഴ്വശത്ത് മറ്റുള്ളതായിട്ട് മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെ 6 സ്തൂപമുണ്ട്. 6x25 ചട്ടികളെ നമുക്ക് കയറ്റാൻ സാധിക്കും. അത്രമാത്രം കൃഷികളെ ഉൾപ്പെടുത്താനായിട്ട് ഇതിന് സാധിക്കുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള പച്ചക്കറികൾ നമ്മുടെ നാട്ടുപുറത്തുണ്ടോ അവയെല്ലാം ഈ സിമെൻറ്റ് യാക്കിനുള്ളിലുള്ള ഈ ഗ്രോ ബാഗ് സമ്പ്രദായത്തിൽ കൂടി നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അതുകൂടാതെ നോക്കി, ഇവിടെ എല്ലാം ഇതിനകത്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കറികളെയാണ് വെച്ചിരിക്കുന്നത്. മറ്റ് ഓരോന്നിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. പലതരത്തിലുള്ള നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരുപാട് പച്ചക്കറികളെ ഞങ്ങൾ ഇതേ രീതിയിൽ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. ചീര ആയിക്കോട്ടെ, വെള്ളരി ആയിക്കോട്ടെ, പടവലമായിക്കോട്ടെ, പടവലമല്ല മറ്റുള്ള പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇങ്ങനെ പലതും നമ്മൾക്ക് ഇതേ രീതിയിൽ ഞങ്ങൾ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ പച്ചക്കറികളുടെ തട്ട് കൃഷികളും താഴ്വശത്തുള്ള പറമ്പിലൊക്കെ ആയിട്ട് ചെയ്യുന്ന ഗ്രോ ബാഗ് കൃഷി സമ്പ്രദായത്തിനെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അടുത്ത ഒരു കൃഷിയാണ് ഈ അസോളപ്പായലിൻ്റെ കൃഷി എന്ന് പറയുന്നത്. അത് ഈ ടാങ്കിനുള്ളിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ അധികം ചിലവുള്ള കാര്യമേ അല്ല. കുറച്ച് ചാണകവും കുറച്ച് മണ്ണും 1 ബക്കറ്റോ 1.5 ബക്കറ്റോ വെള്ളവും ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അല്പം അസോളപ്പായലിനെ ഇട്ടിരുന്നാൽ അത് പടർന്ന് അതിനകത്ത് ഫുള്ളായിട്ട് മാറും. അത് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു പ്രധാനപ്പെട്ട തീറ്റയാണ്. മീനുകൾക്കൊരു തീറ്റയാണ്. ഈവൻ നമുക്ക് പോലും തോരൻ വെക്കാവുന്ന ഒരു വളരെയധികം ഗുണമേറിയ ഒരു പായലാണ് ഈ അസോളപ്പായൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾക്ക് വളരെ വേഗത്തിൽ കൃഷി ചെയ്യാനും വിളവെടുക്കാനും സാധിക്കുന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കൃഷി തന്നെയാണ് ഈ ഫാമിന്. അടുത്ത ഞങ്ങളുടെ ഒരു കൃഷിയാണ് അടയിരിക്കുന്ന കോഴികളെ വളർത്തുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്നും പോകുന്ന പല വീടുകളിലും കാണാൻ സാധിക്കില്ല ഈ കോഴികളെ. മുട്ട വെച്ച് വിരിച്ചിറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളും തള്ളകളുമായിട്ട് നിൽക്കുന്ന അവസ്ഥ. ഇതിന് മുട്ടകൾ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. ഇത് ഇപ്പോൾ പലയിടങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടില്ല ഈ കോഴിയുടെ മുട്ടകൾ. അപ്പോൾ ഇതിലൂടെ പൂവനും എല്ലാം കാണും എപ്പോഴും. വളരെ നല്ല ഒരു ആദായകരമായൊരു കൃഷിയാണ് അടയിരിക്കുന്ന കോഴികളെ വളർത്തുക എന്നുള്ളത്. ആവശ്യക്കാർക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യും. വളരെ നല്ല കോഴിയാണിത്, അടയിരിക്കുന്ന കോഴികൾ. അടുത്തതാണ് ഈ BB380 കോഴികളെ വളർത്തുക എന്നുള്ളത്. ഇവ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ കോഴി. ഇതിനെ വർഷം 330 മുട്ട തരുന്ന കോഴികളാണിത്.
ഇവയ്ക്ക് നമ്മൾ കൈത്തീറ്റ കൊടുത്തെങ്കിൽ മാത്രമേ മുട്ട കിട്ടുകയുള്ളൂ. ഇതിനെ വിളിക്കുന്നത് BV380 എന്നാണ്. നല്ല ഇനം കോഴിയാണ്, നല്ല മുട്ടയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള പാഴ്വസ്തുക്കളോ അല്ലെങ്കിൽ തീറ്റകളോ കൊടുത്താൽ അധികം മുട്ട തരില്ല. ഇവയ്ക്ക് ഇവരുടെ തന്നെ തീറ്റ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പ്രത്യേകത. നല്ല ഇനം കോഴിയാണിത്. ഇതും ധാരാളമായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് വളർത്തുന്ന ഒരു കോഴി തന്നെയാണ്. ഇത് ഞങ്ങളുടെ പൂവൻ കോഴി കുഞ്ഞുങ്ങളാണ്. ഇതിന്റെ പേര് ഗ്രാമപ്രിയ, ഗ്രാമപത്മ, ഗ്രാമശ്രീ എന്ന് പറഞ്ഞ ഇനമാണ്. ഇവരെ നല്ല രീതിയിൽ വളരും. ഇതിനെ ഞങ്ങൾ ഇറച്ചിക്കോഴിക്ക് ഹോൾസെയിലിൽ കൊടുക്കാറുണ്ട്. ആവശ്യക്കാരെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ അവർക്കും കൊടുക്കും. ഇത് 3 ഇനം വരും. ഇത് ഗ്രാമപ്രിയ, ഗ്രാമപത്മ, ഗ്രാമശ്രീ എന്ന് പറയുന്ന കോഴികളാണിത്. ഇത് നല്ലതായിട്ട് വളരും. ഒരു 2 കിലോ 2.5 കിലോ വരെ മാക്സിമം ഇത് വരും. ചിലപ്പോഴേ 1,800-ന് ശേഷം ഇത് ഇറച്ചിക്ക് പാകമായിട്ട് മാറുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ പൂവൻ കോഴിയിലെ ഒരു സെക്ഷൻ. ഇത് ഞങ്ങളുടെ കാടയാണ്. നേരത്തെ ഞങ്ങൾ 600 കാട ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ബാച്ച് തീരാറായിരിക്കുക, പുതിയ കാട വരുന്നതേ ഉള്ളൂ. ഇതാണ് കാട കൃഷി, കാട വളർത്തൽ എന്ന് പറയുന്നത്. ഒരു നമുക്ക് സപ്പോർട്ട് തരാവുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് കാട വളർത്തൽ എന്ന് പറയുന്നത്. ഇതിന്റെ കാഷ്ടമാണ് ഞങ്ങളുടെ ഗ്യാസായിട്ട് മാറ്റുന്നത്. ഇതിന് പഴയ കാലത്തിനേക്കാളും ഡിമാൻഡ് ഇതിന്റെ മുട്ടയ്ക്ക് ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് പിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ചെങ്ങന്നൂർ ഹാച്ചറിയിൽ നിന്നൊക്കെ ലഭിക്കും. വളരെ നല്ലൊരു ആദായകരമാകുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് കാട വളർത്തൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളം പേര് ഇതിന്റെ മുട്ട ചോദിച്ചു വരുന്നുണ്ട്. ഞങ്ങളുടെ കടയിൽ മുട്ട കച്ചവടത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട മുട്ടയാണ് കാടമുട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള കാട തീരാറായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത കാട ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 100 കാട ഉടനെ വരുന്നതായിരിക്കും. അതിനെ ഞങ്ങൾ 300-ന്റെ കാടയുടെ കപ്പാസിറ്റിയാണ് ഈ കൂടിനുള്ളത്. ഓരോ ലെയറിലും 100 വെച്ചിടും. അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച വലിയ അസുഖങ്ങളൊന്നും വരാതിരിക്കുന്ന ജീവിയാണ് കാട. ആ നിൽക്കുന്ന കോഴികളൊക്കെ ഗ്രാമപ്രിയ, ഗ്രാമപത്മ, ഗ്രാമശ്രീ ഈ പൂവന്റെയൊക്കെ പിടയാണ്. അത് വർഷം 220 മുട്ട തരും. അതിനെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളോ കൊടുത്താലും മുട്ടയിടുന്ന കോഴിയാണത്. അത് പ്രായമാകുമ്പോൾ നമുക്ക് മുട്ടയ്ക്കും ഇറച്ചിക്കുമായിട്ട് മാറ്റാം. ഇറച്ചിക്ക് വിൽക്കുമ്പോഴും തൂക്കം ഉണ്ടാവും. നല്ല കോഴിയാണത്. മുട്ടയ്ക്ക് ഇച്ചിരി സാമാന്യം വലിപ്പം ഉണ്ട് താനും. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടയാണ്. വർഷം 200-220 മുട്ട വരെ അത് നമുക്ക് തരികയും ചെയ്യും. ഇത് ഗ്രാമപ്രിയ, ഗ്രാമപത്മ, ഗ്രാമശ്രീ എന്നിനം. ഇത് 3ഉം നമ്മുടെ ചെങ്ങന്നൂർ ഹാച്ചറിയുടെ കോഴികളാണ്. ഇത് നിങ്ങൾക്ക് വളർത്താവുന്നതേ ഉള്ളൂ. ഇത് ഞങ്ങള് പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ഥലമാണിത്. ഇത് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടിട്ട് വളർത്തിയെടുക്കുന്നതാണ്. വലുതാകുന്നിടം വരെ ഇവിടെ നിന്ന് വളരും. അത് വലുതാകുന്ന കോഴികളെ താഴോട്ട് മാറ്റുന്നതാണ്. ഇതുപോലെ നിൽക്കും. വലുതാകുന്നവർ താഴെ നിൽക്കും. അത് പൂർണ്ണ വളർച്ചയാകുമ്പോൾ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റി അതിനെ കൊടുക്കുന്നതിന് തയ്യാറാക്കുന്നതാണ്. ഇതും ഗ്രാമപ്രിയ, ഗ്രാമപത്മ, ഗ്രാമശ്രീ എന്ന് പറഞ്ഞ വർഗമാണ് ഈ കോഴികള്. ഇതിനെയും നമ്മുടെ പല ആളുകൾക്കും ജീവിതമാർഗമായിട്ട് കണ്ടെത്തി ഇതിനെ വളർത്തിയെടുക്കുന്നത് ബ്രോയിലർ കോഴികളെക്കാളും നല്ല ജനങ്ങൾക്ക് ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു നല്ല കോഴിയാണിത്. ഇതിന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന റിസ്ക്കേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടും അതിന്റെ ക്ലാസ്സുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഈ കാര്യങ്ങളിലേക്ക് തിരിച്ചാൽ ഒരു കുടുംബത്തിന് ചെറിയ സപ്പോർട്ടായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ അവരുടെ പറമ്പിനുള്ളിൽ തന്നെ സാധിക്കുന്നതാണ്. ചെറുപ്പക്കാരൊക്കെയും ഇതിൽ നിന്ന് അന്യം നിന്ന് പോകുന്നത് അവരൊക്കെയും കഠിനാധ്വാനമില്ലാത്ത മേഖലയിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ് സത്യം. അതിനു പകരം ഇത്തരം കാര്യങ്ങളിൽ കൂടി അവർ ശ്രദ്ധയാക്കിയാൽ നാട്ടിലെ ആരോഗ്യകരമായ ഭക്ഷണത്തിന് ജനങ്ങൾക്ക് പ്രദാനം ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അത് എപ്പോഴും സ്വന്തം നാട്ടിലൊരു വരുമാനമുള്ളവരായിട്ട് മാറുമ്പോൾ അത് കൊടുക്കുന്ന ഒരു ആത്മസംതൃപ്തി വലുതാണ്. അന്യനാടുകളിൽ മാത്രം വരുമാന സ്രോതസ് കണ്ടെത്തി ജീവിതത്തിന്റെ സുഖങ്ങളിലേക്ക് മാറുമ്പോൾ അത് വേറൊരു കാഴ്ചപ്പാടാണ്. അതിനേക്കാളും പണ്ട് കാലഘട്ടത്തിലെ നമ്മുടെ ജീവിതം ഇതായിരുന്നു. ആ ജീവിതത്തിലും നമുക്ക് ജീവന ഉപാധികളെ ഇവിടെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇത് ഞങ്ങളുടെ ആട് വളർത്തുന്ന കേന്ദ്രമാണ്. നേരത്തെ ഒരുപാട് ആടുണ്ടായിരുന്നു. മറ്റു ചില കാരണങ്ങളാൽ അതിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ വാങ്ങിയ ഒരെണ്ണമാണിത്. പുതിയതാണ്. അധികം ഇണങ്ങി വരുന്നതേ ഉള്ളൂ. ജമുന പ്യാരി ഇനമാണ്. ഞങ്ങളുടെ ഞങ്ങളുമായിട്ടൊക്കെ ഇണങ്ങി വരുന്നതേ ഉള്ളൂ ആള്.
തീർച്ചയായിട്ടും ഇവളും ഇവരുടെ മുൻ തലമുറക്കാരുടെ കൂട്ട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനെയും നല്ല രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹം. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സമയം കണ്ടെത്തി ഓരോരുത്തർക്കും അതിൻ്റെതായ രീതിയിൽ പരിപാലനം കൊടുത്തും ചികിത്സകളൊക്കെ കൊടുത്തും വളർത്തിയെടുക്കുന്നു. ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ ഷെഡും കാര്യങ്ങളും അവർക്കും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ഷെഡുകളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, മോഹൻ എന്ന് പറഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. വളരെ നല്ലൊരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇത് ഞങ്ങളുടെ താറാവിനെ വളർത്തുന്ന സ്ഥലമാണ്. ആ കാണുന്നതൊക്കെ ഞങ്ങളുടെ താറാവുകളാണ്. പിന്നെ ഇത് നമ്മുടെ ചാര, ചെമ്പല്ലി ഇനം വർഗം താറാവുകളാണത്. അവർക്ക് ഇതിനുള്ളിൽ തന്നെ ഞങ്ങൾ പിന്നെ തീറ്റയും മീനും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കടയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിനും ഒക്കെ സപ്പോർട്ടായിട്ട് ആവശ്യമുള്ള മുട്ടകളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തിരുന്നു. നേരത്തെ 10-30 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം 15 എണ്ണത്തോടെ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതും ഞങ്ങൾക്ക് നല്ല ഒരു പിന്നെ ആദായകരമാകുന്ന ഒരു കൃഷി സമ്പ്രദായത്തിൻ്റെ ഭാഗമാണിത്, താറാവ് വളർത്തൽ എന്നുള്ളതും. കൂടുതൽ സൗകര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് വളർത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ മാൻ പവറും ഞങ്ങളുടെ ലിമിറ്റേഷൻസ് എല്ലാം കൂടെ നോക്കി ഞങ്ങൾ അതിൻ്റെ രീതിയെ വളർത്തിയെടുക്കുന്നു. ഇതും ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഈ താറാവും ഞങ്ങളുടെ എല്ലാ കൃഷിയുടെയും കൂടെ ഇതിനെ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞങ്ങളതിനെ ഇതിൽ കൂട്ടത്തിൽ പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ കൂടെ സൗകര്യങ്ങളാകുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഇതിനെ ഇടുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ്. ഇത് റെഡ് തിലോപ്പിയ മീനെ വളർത്തുന്ന സ്ഥലമാണ്. ഇവര് സ്ലോ ഗ്രോത്ത് ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ്. ഇവരെ ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും 6 മാസം എടുക്കുന്ന വളർച്ച പൂർത്തീകരിക്കാനായിട്ട്. ഇത് തിലോപ്പിയ മീനുകളാണ്, റെഡ്. ഇത് തന്നെ ബ്ലാക്കും ഉണ്ട്. ഞങ്ങൾ വളർത്തുന്ന ചുവപ്പിനെയാണ്. ഇത് നല്ലൊരു ആദായകരമായൊരു കൃഷിയാണ്. ഇത് ആറ്റുവാളയെ വളർത്തുന്ന സ്ഥലമാണിത്. ഇത് മുകളിൽ ഇപ്പം കാണാൻ പറ്റുന്നില്ല. രാവിലെയൊക്കെയോ അല്ല വൈകുന്നേരമോ ഒക്കെ ഇത് പുറത്ത് വരുള്ളൂ. ഇത് റെഡ് കളറാണ് ഇതിൻ്റെ ഈ വാളയുടെ. റെഡ് വാളയുണ്ട്, അതോടൊപ്പം തന്നെ ബ്ലാക്ക് വാളകളുമുണ്ട്. ഇത് റെഡാണിത്. ഇതും നല്ല ഗ്രോത്ത് ഉണ്ടാവും. 6 മാസത്തെ വളർച്ചയാണ് ഇതിനുള്ളത്. ഇത് ഞങ്ങളുടെ മുഷിയെ വളർത്തുന്ന സ്ഥലമാണ്. നിങ്ങൾ കാണാൻ സാധിക്കും ഇവര് വളരെ നല്ല രീതിയിൽ വളരുകയും നല്ല മിടുക്കന്മാരാണ്. ഇതും 6 മാസത്തെ വളർച്ചയാണ് ഇതിനുള്ളത്. ഇതിനെ ഞങ്ങൾ നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്തിയെടുക്കുന്നു. ഇത് നമ്മുടെ വീട്ടിലെ നിത്യോപയോഗമായിട്ട് മാറ്റാൻ ഈ മുഷിയെ സാധിക്കും. അധികമായിട്ടുള്ളതിനെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വിൽക്കുവാനായിട്ടും സാധിക്കും. ഒരു വരുമാന മാർഗമായിട്ടും മാറ്റാവുന്നതേ ഉള്ളൂ. ഇതും കാലഘട്ടത്തിൽ 6 മാസം ഞങ്ങളിതിനെ പരിപാലിച്ച് വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് വളരെ നല്ലൊരു, എല്ലാവർക്കും സ്ഥലമുള്ളതിനെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെയുള്ള ടാങ്കുകളൊക്കെ കെട്ടി വെള്ളമൊക്കെ ഉപയോഗിച്ച് കുറച്ച് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ആദായം എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് ഞങ്ങൾ കല്ലുമുട്ടിയെ വളർത്തുന്ന സ്ഥലമാണ്. ഇത് നല്ല ഗ്രോത്ത് ഉണ്ട്. അനബസ് എന്ന് വിളിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ കല്ലുമുട്ടി എന്ന് പറയുന്ന മീനാണ്. ഇവർക്ക് ഇതും ഒരു ആദായകരമായ ഇതും 6 മാസം വളർച്ചയാണ് ഇതിനുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ളത്, നമുക്കറിയാം, വറക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണിത്. പണ്ട് കാലത്ത് നമ്മുടെ പാടങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. നെൽകൃഷിയുടെ കുറവുകൾ വന്നപ്പോൾ ഇവരുടെയൊക്കെ എണ്ണവും കുറഞ്ഞു. ഇത് പുതിയ തലമുറകൾക്കൊക്കെ അന്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മീനുകളൊക്കെ. ഇത് വളരെ നല്ലൊരു മീനാണ്. നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അധികം സ്പേസിന് ആവശ്യമില്ല. നിങ്ങൾ കണ്ടാൽ അറിയാം, ഇത്രമാത്രം കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ ആവശ്യമായിട്ടുള്ളൂ. ഇതിനകത്ത് വെള്ളം നമ്മൾ നിറച്ച് ഇതുപോലെയുള്ള പരിപാലനം കൊടുത്താൽ 6 മാസം കൊണ്ട് നമുക്ക് വീട്ടിലെ നിത്യമായിട്ടുള്ള ഉപയോഗത്തിന് നമുക്ക് കറിക്കുകയോ വറക്കുവാനോ എന്തിനു വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഈ മീനിനെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ നല്ലൊരു സംരംഭമാണ് മീൻ വളർത്തൽ എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റ് ആണ്, അനറ്റിൻ്റെയാണിത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കാടയുടെ കാഷ്ടമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. 5 കിലോ കാഷ്ടവും 5 ലിറ്റർ വെള്ളവും ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് അത് 3 മണിക്കൂറത്തെ ബയോഗ്യാസായിട്ട് നമുക്ക് ഉപയോഗപ്രദമാണ്. അപ്പോൾ നമ്മൾ കാഷ്ടം നമ്മുടെ പറമ്പിലിട്ട് അതിനെ വെറുതെ വൃത്തികേടായിട്ട് ഇടുകയോ പരിപാലിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് മറ്റൊരു ഗ്യാസ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഉപകാരപ്രദമാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അതാണ് ആ പ്ലാന്റ് കൊണ്ടുണ്ടാകുന്ന ഉപയോഗം. ഇത് ഞങ്ങളുടെ മണ്ണിര കമ്പോസ്റ്റ് സ്ഥലമാണ്.
കടയിലുള്ള പഴങ്ങൾ വേസ്റ്റ് ആകുന്നതിനെ ഇവിടെ കൊണ്ടുവരുന്നു. അതിനകത്തേക്ക് ആടിൻ്റെ കാഷ്ടവും കുറച്ച് മണ്ണും കൂടെ ചേർത്ത് കുഴച്ച് ഇതിനകത്ത് ഇട്ടിരുന്നാൽ അതിൽ മണ്ണിരയുടെ കുരിശിലുണ്ടാവും. ആ കുരിശിലെടുത്ത് പച്ചക്കറികളുടെ മൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുവട്ടിൽ വെച്ചാൽ അത് വലിയൊരു വളമായിട്ട് മാറുകയും ഇതിനുള്ളിലായിട്ട് കിടക്കുന്ന മണ്ണിരെ വാരിയെടുത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുത്താൽ നല്ല പ്രോട്ടീനുള്ള ഒരു ഭക്ഷ്യവസ്തുവായിട്ട് മാറ്റുകയും ചെയ്യാം. അങ്ങനെ കടയിൽ നിന്നുമുള്ള വേസ്റ്റിനെ അതിനെ കമ്പോസ്റ്റാക്കി മാറ്റി അതിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു വേസ്റ്റും നമുക്ക് വേസ്റ്റായിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റുകളെയൊക്കെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ കൂടി കാണിച്ചു തരുന്ന കാഴ്ചപ്പാടുകൾ. പിന്നെ വരാലിനെ വളർത്തുന്ന സ്ഥലമാണ്. നമ്മുടെ നാട്ടുമ്പുറത്ത് വരാലെന്നാണ്, വേറെ ചില സ്ഥലങ്ങളിൽ പേരായിരിക്കും അറിയപ്പെടുന്നത്. ഇത് നാച്ചുറൽ കുളങ്ങളാണ്. ഇത് രണ്ടെണ്ണം ഇവിടെ ഉണ്ടായിരുന്ന കുളങ്ങളെ മീൻ വളർത്തലിനായിട്ട് ഞാൻ മാറ്റിയതാണ്. ഇത് നല്ലൊരു ഇതിനകത്ത് വലിയ നമ്മുടെ തീറ്റച്ചെലവുകൾ വരത്തില്ല. കാരണം അതിനകത്ത് തന്നെ അവർക്ക് തിന്നാനുള്ള തീറ്റകൾ പലതും ഉണ്ട്. ഇങ്ങനെ വളർത്തുന്നു ഇതിനെ. ഇതും 6 മാസത്തെ ഗ്രോത്താണ്. ഇത് പിന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് വരാല്. അതുപോലെ തന്നെ നിങ്ങൾ അപ്പുറത്തൊരു കുളം കാണുന്നുണ്ട്. ആ കുളത്തിൽ വളർത്തുന്നത് കരിമീനെയാണ്. കരിമീനെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പിടിച്ചു വരില്ല. അതിൻ്റെതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അതിലുണ്ടെങ്കിൽ മാത്രമേ അത് വളർന്നു കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം 6 മാസത്തെ പ്രായമാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ളിലായിട്ട് നമ്മൾ ഇതിൻ്റെ തീറ്റയുടെ എണ്ണമുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള തീറ്റകൾ കൊടുക്കുക. ഒപ്പം തന്നെ ചോറ്, മറ്റുള്ള ഏതെങ്കിലും നല്ല കൊടുക്കാവുന്ന തീറ്റകളൊക്കെയും നമ്മൾ കൊടുത്തതിനെ വളർത്തിയെടുക്കുക. 6 മാസം കഴിയുമ്പോൾ ഇവരെ വളരെയധികം ഉപയോഗപ്രദമായിട്ട് മാറ്റുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളതിന് എടുത്തതിന് ശേഷം അധികമായിട്ടുള്ളതിനെ കച്ചവടത്തിലേക്ക് മാറ്റാവുന്നതുമാണ്. ഇതിനെല്ലാം ഞങ്ങൾ ഈ മോട്ടർ വെച്ചിരിക്കുന്നതിലേക്കൂടെ വെള്ളം എടുത്തിട്ട് പമ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം ഒഴിച്ചൊക്കെയാണ് ചെയ്യേണ്ടത്. ശരിക്കും നല്ല കഠിനാധ്വാനം ആവശ്യമുണ്ട്. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് ജനങ്ങൾക്കൊക്കെ ഈ നാച്ചുറൽ കുളം ഇല്ലാത്തവർ വെറും ടാങ്കിനകത്ത് ഇതുപോലെ മീനെ വളർത്തിയാൽ മതി. ഒരു നേരത്തെ മീനെങ്കിലും അവർക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതും നമ്മുടെ ചെറുപ്പക്കാർക്കും നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെയും ഇങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് തിരിയുന്നത് നമ്മുടെ നാട്ടിലെ മത്സ്യോൽപ്പന്ന ഉൽപ്പാദനം കൂട്ടുവാനായിട്ട് സാധിക്കും. വിഷമില്ലാത്ത നല്ല സാധനങ്ങളെ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാനും സാധിക്കും. ഞങ്ങളുടെ മറ്റൊരു കൃഷി സമ്പ്രദായമാണ് ഈ തൂങ്ങിക്കിടക്കുന്ന പച്ചക്കറികൾക്ക് വേണ്ടി പ്രത്യേക സ്റ്റാൻഡ് ഒരുക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ പടങ്ങ് കെട്ടുക എന്ന് പറഞ്ഞ ചടങ്ങ് മുളക് കൊണ്ടൊക്കെ കെട്ടാനായിട്ടൊന്നും മടിക്കും. അതുണ്ടാകാതിരിക്കാനായിട്ട് പെർമനൻ്റ് ആയിട്ടൊരു പടങ്ങ് കെട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ കമ്പിയുടെ സ്ക്വയർ ട്യൂബുകൾ കൊണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നമ്മൾ പാവല്, പടവലം, പയറ്, ലോക്കി, ചുരയ്ക്ക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ കൃഷി സമ്പ്രദായത്തിൽ കൊണ്ടുവരാൻ പറ്റും. അത് ധാരാളമായിട്ട് എപ്പോഴും വളർന്ന് കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ ഇതിനെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഒരുക്കുന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ധാരാളം പച്ചക്കറികളെ സ്ഥിരമായിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് കാണാം ഇവിടെ കരിമ്പ് കൃഷി ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു സൈഡിലെ മതിലിന് പകരം കരിമ്പിനെയാണ് ഇരിക്കുന്നത്. മതിരിക്കുന്നൊരു വേലിയാണിത്. ഇതിൽ നിന്ന് ഞങ്ങൾ ചില സമയത്ത് ഇന്നത്തെ കാലത്ത് ഇത് തിന്നുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ എന്നാൽ തന്നെ ഞങ്ങൾ മുറിച്ച് കണ്ണമായിട്ട് കടയിൽ കൊണ്ടുവയ്ക്കും. അത് ആളുകൾ ആവശ്യക്കാർ പഴയ ഓർമ്മകൾ ഉള്ളവരെ പുതുക്കാൻ വേണ്ടി അതിന് വാങ്ങിച്ചുകൊണ്ട് പോകാറുമുണ്ട്. ഇത് കരിമ്പ് ഞങ്ങളുടെ മതിലിൻ്റെ ഭാഗത്ത് കരിമ്പിനെ കൊണ്ടൊരു വേലിയാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഈ മീനുകളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ ജീവജാലങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു മോട്ടർ വഴിയാണ്. അപ്പോൾ ഈ മോട്ടർ ഈ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കുളത്തിലാണല്ലോ മീനെ വളർത്തുന്നതിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിന് ഷോർട്ടേജ് ഇവിടെ വരുന്നില്ല. ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള വെള്ളം എടുക്കാനായിട്ട് ഈ മോട്ടറും അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ കുളങ്ങളും സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് കാണാം ധാരാളം വാഴകളെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു വാഴത്തോട്ടമാണ്. പഴവർഗ്ഗങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒന്നാണിത്. ഞങ്ങളുടെ കടയിലേക്കുള്ള ആവശ്യം ഇത് സ്ഥിരമായിട്ട് വരുന്ന വാഴക്കൊലയുടെ ആവശ്യമുണ്ട്. അതും പല സമയത്ത് ഞങ്ങൾക്ക് കടയിലേക്കുള്ള വാഴക്കൊലകളെ കിട്ടാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. ഇതും വലിയൊരു ഉപകാരമാണ്. പിന്നീട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു കുളം, പിന്നെ ഇത് കൽക്കെട്ട് കാണാൻ പറ്റും. ഈ കൽക്കെട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് ഇതിനകത്ത് ഞങ്ങൾ ഈ കോഴിയുടെ പൂടയും മറ്റും വരുന്നത് അതിനകത്ത് കൊണ്ടിട്ടിട്ട് അതൊക്കെ കമ്പോസ്റ്റായിട്ട് മാറ്റും. അതിനകത്ത് വളമായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണത്. അതിൽ കുമ്മായിപ്പൊടിയും മറ്റും ചേരുമ്പോൾ ഇത് പൊടിഞ്ഞു മാറും. അതിനെ നമുക്ക് കൃഷി സമയത്ത് നമുക്ക് അതിനെ എടുത്ത് കൃഷിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞങ്ങളുടെ മതിൽ
ഒരു ഹാഫ് മതിലായിട്ടാണ് കാണുന്നത്. ഈ വലിയ വലിയ മതിലുകൾ കൊണ്ട് നമ്മൾ ഒരിടത്ത് തന്നെ തിരിക്കാതെ ഞങ്ങൾ ഹാഫ് മതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹാഫ് മതിലിൻ്റെ വീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതിലാണ് ഞങ്ങൾ വളം സൃഷ്ടിക്കുന്ന മറ്റൊരു ഭാഗം. കോഴിയുടെ അറക്കപ്പൊടിയും കാഷ്ടവും എല്ലാം കൂടെ ചേർത്ത് വാരി ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടിടും. പറമ്പിൽ ഇങ്ങനെ വാരി വെതറിയിടാതെ ഇതിനകത്ത് കൊണ്ടിട്ടേക്കും. ഇത് കിടന്ന് പൊടിയും. ആ പൊടിയുന്ന വളമെടുത്ത് പച്ചക്കറികൾക്കും വാഴകൾക്കും എല്ലാത്തിനും വളമായിട്ട് മാറ്റുന്ന ഒരു സമ്പ്രദായമാണ്. അതിനുവേണ്ടി ഹാഫ് മതിൽ, ഒരു പകുതി മതിലിനെ ഞങ്ങൾ ഈ രൂപത്തിൽ ആക്കിയിരിക്കുകയാണ്. ഇതിൽ കൂടി ഞങ്ങൾ വളം സൃഷ്ടിക്കുന്നു. ഈ വളം എടുത്താണ് ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരാളോട് കൂട്ടിയിട്ടേക്കുന്നത്. ഇതാണ് ഞങ്ങൾ പിന്നെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാനായിട്ട് മാറ്റിയെടുക്കുന്നത്. ആൾക്കാരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ ഞങ്ങളുടെ മറ്റൊരു കൃഷിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഉള്ള പറമ്പിനകത്ത് കുറച്ചൊക്കെ നാണ്യവിളകളും ഞങ്ങൾക്കുണ്ട്. നാണ്യവിളകൾ നമുക്കറിയാമല്ലോ, പരമ്പരാഗതമായിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. തെങ്ങുകളായിക്കോട്ടെ, കമുകായിക്കോട്ടെ, പിന്നീട് തെങ്ങേമ, അതുപോലെ തന്നെ പറങ്കി ആയിക്കോട്ടെ, കുടംപുളി ആയിക്കോട്ടെ, പിന്നെ ഇതുപോലെയുള്ള ധാരാളം വൃക്ഷങ്ങളെ നമ്മൾ ഇവിടെ വളർത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെയും നാണ്യവിളകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. അതിനും ഞങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അടുത്തതായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചുറ്റുവട്ടത്തിൽ തന്നെ നോക്കിയാൽ ധാരാളം പഴവർഗ്ഗങ്ങളെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതും ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മാവായിക്കോട്ടെ, ചക്കയായിക്കോട്ടെ, പേരകളായിക്കോട്ടെ, പിന്നെ അതുകൂടാതെ പപ്പായ അവിടെ ധാരാളം നിൽപ്പുണ്ട്. പപ്പായ ആയിക്കോട്ടെ, പേരകൾ ധാരാളമുണ്ട്, മുള്ളാത്തയുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ പലയിടത്തും കാണാൻ സാധിക്കും. മുള്ളാത്തകളെ, അതുപോലെ തന്നെ ആത്തപ്പഴങ്ങൾ, ആത്തക്കായുടെ പഴം, പൈനാപ്പിള്, ഇതൊക്കെ ഞങ്ങളുടെ ഈ പറമ്പിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നേരിട്ട് വരുമ്പം പലപ്പോൾ ആരെങ്കിലും വന്നാലും കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ ആവശ്യത്തിനും ഒപ്പം തന്നെ കടയിലെ കച്ചവടത്തിനുമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇത്തരം ഫാമുകളൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ ശത്രുക്കളും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളവർ. അവരെ പ്രധാനമായിട്ടും പട്ടിയുടെ ശല്യം ഉണ്ടാകാം, കീരി, ഉടുമ്പ്, പാമ്പ്, ഇങ്ങനെ പലതുമുണ്ട്. അവരെ ഒരു പരിധി വരെ നിയന്ത്രിക്കുവാൻ നായ്ക്കൾക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഞങ്ങളുടെ ഗാർഡായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഇത്. ഈ റൂബി എന്നാണ് പേര്. റൂബി വളരെ മിടുക്കിയാണ്. അവളെ എല്ലാ കാര്യങ്ങളെയും വളരെ നല്ല സെൻസിറ്റീവായിട്ടുള്ള രീതിയിൽ രാത്രിയും പകലും വർക്ക് ചെയ്യാറുണ്ട്. അവള് ഇതിനെ പിന്നെ ഏത് ജീവജാലം അടുത്ത് പോയാൽ ഉടനെ നമ്മളെ വിളിച്ചറിയിക്കും. ഞങ്ങളൊക്കെ അതിനോടനുസരിച്ച് അലർട്ടായിട്ട് മാറും. അവൾ വളരെ നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഇതിനെ ഞങ്ങൾ കിട്ടിയത് ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ഫാമിൻ്റെ ഗാർഡൻ എന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുന്നുണ്ട്. ഏത് ജീവജാലങ്ങൾ വന്നാലും അറിയിക്കും ഞങ്ങൾ. അതിപ്പം അവളുടെ ജോലി വളരെ ഭംഗിയായിട്ട് നിറവേറ്റുന്നു. അതുപോലെ ഈ ഫാം ആകുമ്പോഴേ ധാരാളമായിട്ട് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് അവർക്കൊക്കെ ഇവർക്കെല്ലാം കൊടുക്കാനുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അതിനെ നശിപ്പിക്കാനായിട്ട് പിന്നെ എലി, പലതരത്തിലുള്ള പന്നിയെലി എന്ന് പറയുന്ന എലിയും കൊച്ചു കൊച്ചു എലികളും ചുണ്ടനെലികളും ഒക്കെ ധാരാളമായിട്ട് വരും. അവരെയൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അവരുടേതായ പരമ്പരാഗതമായ ശത്രു അല്ലെങ്കിൽ അവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന പൂച്ച ഇവിടെ ഉണ്ട്. അതേ ജൂലിയും സൂസി എന്ന് പറഞ്ഞ രണ്ടുപേരും ഉറക്കത്തിലാണ്. ഇവർ രണ്ടുപേരും അവരുടെ ജോലിയെ ചെറിയ രീതിയിൽ തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങളാണ് അവരവരുടേതായ രീതിയിൽ അതിനെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ജീവജാലങ്ങളിൽ നിന്നും, അതായത് ധാന്യങ്ങളെ നശിപ്പിക്കുന്നവരിൽ നിന്നും അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഫാം നടത്തുമ്പോൾ ഞാൻ ആദ്യ സമയത്ത് ഇതിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ പിന്നീട് ഇത് ആവശ്യക്കാരായിട്ട് മാറി. ഒരു ഫാമിലെ അത്യാവശ്യമായിട്ടുള്ള ജീവികളാണ് ഈ നായ്ക്കളും ഒപ്പം തന്നെ പൂച്ചകളും. അവരും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഞങ്ങളുടെ നടത്തുന്ന സംരംഭങ്ങളുടെ സംരക്ഷകരായിട്ട് ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്. അതിലും വളരെ സന്തോഷമാണ് ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ജനറലായിട്ടുള്ള കട. ഇതിനകത്ത് പല കാര്യങ്ങളെയാണ് ഒരുമിച്ച് ഞങ്ങൾ നടത്തുന്നത്. എൻ്റെ വൈഫ് ഷീല ഇന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അവളാണ് ഈ കൃഷിയുടെയും കടയുടെയും എല്ലാ നടത്തിപ്പിന് ശരിയായ ചുക്കാൻ പിടിക്കുന്നത്. വളരെ വിജയകരമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവളുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവളുടെ ധാരാളം ഉൽപ്പന്നങ്ങളെ ദിവസവും ഇവിടെ വെക്കും, ഉള്ളതിനെയൊക്കെ വയ്ക്കും. അത്
ആളുകൾക്കെല്ലാം നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതുകൊണ്ട് വാങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. പയറായിട്ട്, ഇഞ്ചി ആയിക്കോട്ടെ, തൈകളായിക്കോട്ടെ, ഇങ്ങനെ വരെയുള്ള വ്യത്യസ്തമായ വിത്തുകളെയൊക്കെയും അവൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇവിടെ ഞങ്ങൾ ജ്യൂസ് ബാർ ആയിക്കോട്ടെ, ഗ്രോസറി ഐറ്റങ്ങളായിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, ചായ കടികളായിക്കോട്ടെ, ഇങ്ങനെ ഞങ്ങളുടെ ഏറ്റവും വലിയ സെയിൽ എന്ന് പറഞ്ഞത് കോഴിമുട്ട, താറാമുട്ട, കാടമുട്ട മുട്ടകളാണ് ഏറ്റവും വലിയ സെയില്. അതിനും വരുന്നവരും അതുപോലെ തന്നെ വ്യത്യസ്തമായി ഇവിടെ വന്നിരിക്കും ചായ കുടിക്കുന്നവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാവുന്ന രീതിയിലാണ്. നല്ല രീതിയിൽ കച്ചവടമുള്ള ഒരു സ്ഥാപനമാണിത്. നാട്ടുകാർക്ക് നല്ല ഉൽപ്പന്നങ്ങളെ കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് വളരെ ജനങ്ങളത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൻ വിജയമായിട്ട് ഈ കട മാറിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ജീവിതത്തിൽ നല്ല സപ്പോർട്ടീവായിട്ട് ഇതിനെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ഷീലയുടെ പ്രവർത്തനം വളരെ വലുതാണ്. അത് അവള് വീട്ടിലെ പണിയും പറമ്പിലെ പണിയും കടയിലെ പണിയും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് ഓരോ ദിവസവും വളരെ മുകളിലോട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനകത്ത് വളരെ സന്തോഷവും ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മറ്റൊരു സംരംഭമാണ് ഈ പ്രിന്റിംഗ് സ്ഥാപനം. ലേസർ പ്രിന്റിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പലതരത്തിലുള്ള പ്രിന്റിങ്ങും ഇവിടെ ഉണ്ട്. ഇത് ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോസ്റ്റാറ്റ് ഇതുപോലെയുള്ള എല്ലാ പ്രിന്റിങ് കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ. ഇതിന് ഞങ്ങൾ സപ്പോർട്ടീവായിട്ട് ഞങ്ങൾക്ക് 4 കുട്ടികളെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. രഞ്ജിത്തുണ്ട്, ബിജിനുണ്ട്, ലിജിനുണ്ട്, ലീനയുണ്ട്. ഇവരൊക്കെ ഞങ്ങൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് സഹായിക്കും. വളരെ നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ സ്ഥാപനവും. ഇവിടെ ലേസർ പ്രിന്റിങ്ങിനകത്ത് 12x18 ലീഗലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രിന്റിങ്, ഇതിനകത്ത് കളർ പ്രിന്റിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. ഇത് വളരെ നല്ല രീതിയിൽ ഉയർന്നു വന്നു എന്നുള്ളതിനകത്താണ് സന്തോഷം. ദൈവത്തിന്റെ കൃപ അതിനകത്ത് നല്ലപോലെ ഉണ്ട്. ഈ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ ഞങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സ്ഥലത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നതാണ് സത്യം. ഇതിനെപ്പറ്റി നിങ്ങൾക്കിത് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മറ്റൊരു ഷോപ്പാണ് അഗ്രോ ഷോപ്പ്. ഇത് ഞങ്ങളുടെ ഫാം ഉള്ളിടത്തോളം അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഈ കാര്യങ്ങൾ. വിത്തുകളും തൈകളും ഒക്കെയും ഇവിടെ കൊടുക്കുന്നതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. ഇതും ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ അതും പുരോഗമിച്ചു വരുന്നു. ഇതിലൊക്കെയും ദൈവത്തിന് സന്തോഷം അറിയിച്ചു കൊടുക്കുന്നു. അങ്കിളിന് എന്താണ് കൃഷിയോടുള്ള കാഴ്ചപ്പാട്? പ്രധാനമായിട്ടും എനിക്ക് എൻ്റെ ഈ വസ്തുവിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ സ്വയം പര്യാപ്തം എത്തുക എന്നുള്ളതാണ്. കോഴിമുട്ട, താറാമുട്ട, കാടമുട്ട, ഇറച്ചികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മറ്റ് നാണ്യവിളകൾ, ഇതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് സ്വയം പര്യാപ്തം എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാഴ്ചപ്പാട്. രണ്ടാമത്തേത്, ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഞങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം അധികം വരുന്നെങ്കിൽ അത് വിറ്റഴിക്കുവാനായിട്ട് എനിക്കൊരു കട നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ വിപണനം ചെയ്യുന്നുണ്ട്. അതാണ് ഒരു വരുമാന മാർഗത്തിലേക്കും അതിനെ കൊണ്ടുവരുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യത്തിനും അവിടുത്തെ സമൂഹത്തിനും കുറച്ച് വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങളെ കൃഷി ചെയ്ത് വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അത് രാജ്യത്തിനോടുള്ള ഒരു കൂറും സമൂഹത്തിനോടുള്ള കടപ്പാടുമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കൃഷിയിൽ നിന്നുമുള്ള വിജയ രഹസ്യം എന്താണ്? ഇതിൻ്റെ വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള കാർഷിക മേഖല വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബം ഒരുമിച്ച് പ്രവർത്തിക്കണം, ചെയ്യുന്ന പണി ആസ്വദിച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് ഒരാളാണ് എൻ്റെ ഭാര്യ ഷീല. അവളുടെ ഇതിനകത്തുള്ള പങ്കാളിത്തം വളരെ വലുതാണ്. അവളാണ് ഈ കൃഷിയുടെ എല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളെ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇത് വിപണന സ്ഥലങ്ങളിലും അവളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. കൂടാതെ ഈ മേഖലകളിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്നെ സഹായിക്കാനായിട്ട് മോഹൻ എന്ന് പറയുന്നൊരു അന്യസംസ്ഥാന തൊഴിലാളിയുണ്ട്. അവനും എനിക്ക് ഒരുപാട് സഹായമാണ്. ഇങ്ങനെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണിത് വിജയിക്കുന്നത്. ഇതുപോലെ ഒരു കൃഷി സ്ഥലത്ത് നിന്ന് താങ്കൾക്ക് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? പ്രധാനമായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വസ്തുവിനെ, ഭൂമിയെ പരമാവധി നമ്മൾ കാർഷിക മേഖലയ്ക്ക് ഉപയോഗപ്രദമാക്കി തീർക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളെ, ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം നമുക്ക് വിറ്റാൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ വരുമാനത്തിനും ജീവിതമാർഗത്തിനുമായിട്ടും ഈ മണ്ണിനെ സ്നേഹിക്കുകയും കഷ്ടപ്പെടാനുള്ള മനസ്സുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഈ ഭൂമിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. മണ്ണിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതെന്ന് പറയുന്നത്,
നമ്മൾ ഈ പാഴമായിട്ട് ഭൂമി കിടന്ന് കാട് പിടിച്ച് നമ്മളതിനെ നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കും. വർദ്ധിക്കുന്നത് പലരും കൂടുതൽ ആൾക്കാർ ഈ മേഖലയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നതും അത് രാജ്യത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യും. അത് വർദ്ധിച്ചു വരുന്ന നമ്മുടെ ജനസംഖ്യയ്ക്ക് അതൊരു വലിയൊരു അനുഗ്രഹപ്രദമായ കാര്യമായിട്ട് മാറും. നമ്മൾ ഐഡലായിട്ട് നമ്മുടെ ഭൂമിയെയും ഐഡലായിട്ട് നമ്മുടെ ജീവിതത്തെയും പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് സമൂഹത്തിൽ നൽകാനുള്ള മെസ്സേജ്. അപ്പോൾ അങ്കിൾ ഇതുപോലുള്ള ആർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു കൃഷി സമ്പ്രദായം കാണിച്ചു തന്നതിന് അങ്കിളിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും റജിയങ്ങളിൻ്റെ ഫാമും മറ്റു കാര്യങ്ങളും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള ചില മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് നല്ലൊരു ആവാസ വ്യവസ്ഥ നൽകുവാനും ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ന് ഈ റജിയങ്ങളിനെ പോലെ മറ്റ് പല ആളുകളും ഇതുപോലെ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ തലമുറയിലുള്ള കുട്ടികളും ഇതുപോലെ പ്രകൃതിയിലേക്ക് തിരിച്ചു വരുവാനും മറ്റു ജീവജാലങ്ങൾക്ക് നല്ലൊരു ആവാസ വ്യവസ്ഥ നൽകിക്കൊണ്ട് ഈ പ്രകൃതിയെ മാറ്റിയെടുക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.